ഹലോ, ഗ്ലാം ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, പേഴ്സണലി മെസ്സേജ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാരി ഒന്ന് വെയർ ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മള് സാരി അതിന്റെ വീഡിയോ ഒന്നും കൂടി ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ സാരി വന്നേക്കുന്നത്. എന്താ പറയുക, ഖടി ജോർജറ്റിൽ വന്നിരിക്കുന്ന ബനാറസി സാരിയാണ്. 6 കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോ അതിന്റെ സെയിം ബ്ലൗസ് പീസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, അതിന് മാച്ച് ആയിട്ടുള്ളൊരു ബ്ലൗസ് ഉണ്ടായിരുന്നു, അതാണ് ഇപ്പം വെയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രൗൺ ഓർ ബീട്രൂട്ട് കളറിന്റെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇതിന്റെ ഞാൻ ഉടുത്തിരിക്കുന്നത് തന്നെ കാണിച്ചു തരാം. അതായത് ഇതിന്റെ മുന്താണി വന്നേക്കുന്നത് ഇതാണ് മുന്താണി പോർഷൻ വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു മുന്താണിയാണ്. അതുപോലെ തന്നെ ഫുൾ ബോഡി വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ബുട്ടാസ് ആണ്, സ്മോൾ ബുട്ടാസ് ആണ്. അതുപോലെ തന്നെ താഴത്തെ പോർഷൻ വന്നേക്കുന്നത് ഈ ഒരു വിഡ്ത്തിലാണ് ബോർഡേഴ്സ് വന്നേക്കുന്നത്. ടോപ്പ് പോർഷൻ ബോർഡർ വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു വിഡ്ത്തിലും കൂടിയാണ് കേട്ടോ. അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക്, അതായത് ഡസ്റ്റി പിങ്ക് കളറാണ് കേട്ടോ. അതായത് ഒനിയൻ പിങ്കും അങ്ങനെയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒനിയൻ പിങ്ക് ഓർ ഡസ്റ്റി പിങ്ക് കളർ ഷെയ്ഡാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. സാരിയുടെ ബ്ലൗസ് വന്നിരിക്കുന്നത് സിൽവർ കളറിലെ ചെറിയാണ്, സിൽവർ കളറിലെ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാട്ടോ സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്ലെയിൻ അല്ല, ബുട്ടാസ് ആണ് കേട്ടോ. ഇതാണ് ബുട്ടാസ് ആണ് സെക്കൻഡ് കളറ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂ. അതുപോലെ തന്നെ നമ്മള് ഒരു ബാംഗിളിന്റെ കൂടി ഒരു വീഡിയോ ആട്ടോ, ബാംഗിൾസും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. ഇതാണ് നേവി ബ്ലൂ. നേവി ബ്ലൂവിന്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാണ്. കണ്ടോ, ബുട്ടാസ് ആണ് കേട്ടോ. ബുട്ടാസും ബോർഡേഴ്സും ആയിട്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അടുത്ത കളർ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറ്. കണ്ടോ, ഗ്രീൻ കളറ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതേപോലൊരു ബുട്ടാസാണ്. അടുത്തത് ഇത് എന്താ പറയാ, വേറൊരു ബ്ലൂ കളറാട്ടോ. ഇതൊരു എന്താ പറയാ, ഡസ്റ്റി ബ്ലൂ കളറാണ്, നേവി ബ്ലൂ അല്ല. ബ്ലൂ ഷെയ്ഡ് നമുക്ക് 2 കളറുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത്. ഇതാണ് മുന്താണി വന്നേക്കുന്നത്. ബോഡി ഫുള്ള് സ്മോൾ ബുട്ടാസ് ആണ്. താഴത്തെ പോർഷൻ ബിഗ് ബോർഡേഴ്സ് ആണ്. ടോപ്പ് പോർഷൻ ചെറിയ ബോർഡർ ആണ്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇങ്ങനെ ബുട്ടാസ് ആയിരിക്കും. ഖടി ജോർജറ്റ് ആണ് മെറ്റീരിയൽ, ഫാബ്രിക് വന്നിരിക്കുന്നത്. അടുത്തത് ബ്ലാക്ക് വന്നിരിക്കുന്നത് സെയിം തന്നെ സിൽവർ കളറിലെ വീവിംഗ് ആണ്. കണ്ടോ, ഇതാണ് മുന്താണി വന്നിരിക്കുന്നത്. ഓക്കെ, ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ബാംഗിൾസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെയർ ചെയ്യുന്ന ബാംഗിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബാംഗിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് മറ്റേ എന്താ പറയുക, ഇങ്ങനെ ഒരു ലോക്ക് ബാംഗിൾ അല്ല, ഇത് മറ്റേ ഘട സ്റ്റൈലിലുള്ള ബാംഗിളാണ്. ബാംഗ്ലൂർ ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു മോഡൽ. ഇതാണ് ഇങ്ങനെ റൗണ്ട് കളറിലെ റൗണ്ട് ഷേപ്പിലുള്ള എന്താ പറയുക, സ്റ്റോൺ വരുന്ന ബാംഗിളാണ്. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒരു നമുക്കിങ്ങനെ എന്താ പറയുക,
കൈ ഒതുങ്ങുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ബാങ്കിളാണ്. ഈ ബ്ലാക്കും മറ്റെന്താ പറയുക റോസ് ഗോൾഡും കൂടി ആയിട്ടുള്ള ഈ ബാങ്കിളിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 180 ആണ്. കണ്ടോ, ഇതാണ് 180 ആണ്. പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, നമുക്ക് ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 230 ആണ് കേട്ടോ. ഇതൊരു ഗോൾഡൻ ഷെയ്ഡും ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കും അതുപോലെ 2 കളർ ഷെയ്ഡിലെ സ്റ്റോൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 230 ആണ്. കണ്ടോ, ഇങ്ങനെ ഒരു 3 ടൈപ്പ് ബാംഗിൾസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്